രാജ്യത്ത് പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബി.ജെ.പി. പ്രാധാന്യം കൊടുക്കുന്ന 2 സംസ്ഥാനങ്ങൾക്കാണ്. അതിൽ രണ്ടിലും വ്യത്യസ്തമായ 2 തരം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പശ്ചിമ ബംഗാളിലേക്ക് കഴിഞ്ഞ ദിവസം അമിത്ഷാ എത്തിയിരുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടികൾ തന്നെയായിരുന്നു. ഇത്തവണത്തെ ഒരു വരവിന് വ്യക്തമായി തന്നെ ഉദ്ദേശമുണ്ടായിരുന്നു. 29-ാം തീയതി എത്തിയ ശ്രീ അമിത്ഷാ അന്ന് രാത്രിയും പുലരുവോളം ബൂത്ത് തല ഫീഡ്ബാക്കുകൾ ശേഖരിക്കുകയും അതടക്കം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. 26ഓളം RSS ബി.ജെ.പിയുടെ ഉന്നത നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇതിനുശേഷം 10 കേന്ദ്ര സംസ്ഥാന നേതാക്കളെ, നമുക്കറിയാം പശ്ചിമ ബംഗാളിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും കേന്ദ്ര മന്ത്രിമാരെ, നേതാക്കളെ ഒക്കെ തന്നെയാണ് അതിന്റെ ചുമതലക്കാരായി നിയമിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള 10 പേരുമായി ചർച്ച നടത്തിയെന്ന്. തുടർന്ന് 30-ാം തീയതി ബി.ജെ.പിയുടെ എംപിമാര്, MLA-മാര്, ഒപ്പം തന്നെ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൗൺസിലർമാർ അടക്കം ചർച്ച ചെയ്യുകയും പിന്നീട് RSSന്റെ മുതിർന്ന പ്രവർത്തകരെയും നേതാക്കളെയും കാണുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ പശ്ചിമ ബംഗാളിൽ ബീഹാർ മോഡലിൽ RSS ബി.ജെ.പി. ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള തന്ത്രങ്ങൾക്കായിരിക്കും, പ്രത്യേകിച്ച് ബൂത്ത് ലെവൽ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ അമിത്ഷാ ഒരു സുദീർഘമായ പത്രസമ്മേളനം, സാധാരണഗതിയിൽ അദ്ദേഹം അത്രയും വലിയൊരു പത്രസമ്മേളനം നടത്താത്തതാണ്, പക്ഷെ പശ്ചിമ ബംഗാൾ അത്രയും ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, ചിട്ടി ഫണ്ട് തട്ടിപ്പ് മുതൽ സ്കൂൾ ജോലി തട്ടിപ്പ് വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു അഴിമതി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ. അതിൽ മന്ത്രിമാരും MLA-മാരുമുണ്ട്, അകത്തായി മന്ത്രിമാർ അനവധിയുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ച ഒരു വലിയ ആരോപണം, അതിർത്തിയിൽ വേലി കെട്ടാൻ വിസമ്മതിക്കുന്നത് ഏത് മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിച്ചു. അതായത് നമുക്കറിയാം ബംഗാളിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കെടുക്കുന്ന അവിടെ വേലി കെട്ടുന്നതിന് വേണ്ടിയിട്ട് തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സ്ഥലം വിട്ടുകൊടുക്കാത്തതും മമതാ ബാനർജിയാണ്. ഇതിനെതിരെയാണ് അമിത്ഷാ പറയുന്നത്. അമിത്ഷാ പറയുന്ന കാര്യം, അസമിലും ത്രിപുരയിലും വേലി കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ നുഴഞ്ഞുകയറ്റമില്ല. പക്ഷെ മമതാ ബാനർജി വോട്ട് ബാങ്ക് വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് അതിർത്തികൾ തുറന്നിടുന്നു, ബംഗ്ലാദേശികളെ കുടിയെ ഇരുത്തുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷയും അവിടെ ഇല്ല. RG-കർ മെഡിക്കൽ കോളേജിൽ അടക്കം നടന്ന ബലാത്സംഗങ്ങൾ, സന്ദേശ് ഖാലി, ഒപ്പം തന്നെ കൊൽക്കത്ത സൗത്ത് കോളേജിൽ നടന്ന ബലാത്സംഗ ശ്രമങ്ങൾ, ഇതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബി.ജെ.പിയുടെ കണക്കുകളും അദ്ദേഹം നിരത്തുന്നു. 2016-ൽ 3 നിയമസഭാ സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. 2021-ൽ അത് 77 സീറ്റായി വർദ്ധിച്ചു. 2014-ൽ 17% വോട്ടുണ്ടായിരുന്ന ബി.ജെ.പി 2024, അതായത് 10 വർഷം എത്തുമ്പോഴേക്കും അത് 39% വർദ്ധിച്ചിരിക്കുന്നു. ലോക്സഭയിൽ ഇത്തവണ മത്സരിച്ചപ്പോൾ 39% വോട്ടായി മാറിയിരിക്കുന്നു. സംസ്ഥാനത്താകെ 81,000 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇവിടെ 65,000 ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങൾ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 294 നിയമസഭാ മണ്ഡലങ്ങളിൽ വിസ്താരങ്ങളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അമിത്ഷാ. ഇതിന് സമാനമായി തന്നെ ഒരു നീക്കമാണ് തമിഴ്നാട്ടിലും. പക്ഷെ തമിഴ്നാട്ടിൽ അല്പം കൂടി വ്യത്യസ്തമാണ്. തമിഴ്നാട്ടിൽ അദ്ദേഹം പ്രവർത്തകരെയും നേതാക്കളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, കോൺഗ്രസുമായി സഖ്യമില്ലാത്ത ആരുമായി നമുക്ക് സഖ്യം ചേരാം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് NDA DMK പോരാട്ടമാക്കി മാറ്റണം. നമുക്ക് ഓരോരുത്തരും ജയിച്ചു കയറുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ സഖ്യനീക്കങ്ങളും ഒക്കെ നടക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു പ്രസ്താവന അതിനാക്കം കൂട്ടുമായിരിക്കും. വിജയുമായിട്ടൊക്കെ സഖ്യം ചേരുമെന്നൊക്കെ പറയുന്ന അനവധി വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പറയുന്നത്, കോൺഗ്രസുമായി സഖ്യത്തിലില്ലാത്ത ആരുമായി സഖ്യം, കാരണം കോൺഗ്രസുമായി നിലവിൽ അവിടെ DMK-ക്കും മുസ്ലിം ലീഗിനും ഒക്കെയാണ് ഉള്ളത്, അതില്ലാത്ത ആരുമായി ചർച്ച നടത്താം എന്ന് പറയുമ്പോൾ DMK മുന്നണിയിലെ ചെറു കക്ഷികളെ കൂടി ബി.ജെ.പി. നോട്ടമിടുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക് മലയാളം.